കേരള സംസ്ഥാന ചലച്ചിത്ര സെക്രട്ടറി ശ്രീ പി എസ് സുഹൃത്ത് ശ്രീ സി അജോയ്, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം ക്ഷമാപണം നടത്തട്ടെ. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ കോഴിക്കോട്ടൊരു IMAയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ നേരത്തെ ഏറ്റുപോയതാണ്. അപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നെ ഇതിൽ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, രണ്ടാമത് ഞാൻ കോഴിക്കോട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, 3-ാം തീയതിയുള്ള സാംസ്കാരിക സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്ദേ ഭാരതിൽ വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ വരുന്നത്. അവിടെ ഇന്നലെ ഇവിടെ നടന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് എന്നാരും വിളിച്ചു പറയേണ്ട. കാരണം ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നില്ല. കഴിയുന്നത്ര ചുരുക്കി സംസാരിക്കാം. കാരണം ഈ രംഗത്തെക്കുറിച്ച്, ഇവിടെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ലോക സിനിമയുടെ വക്താവായ അടൂർ വർഷം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മലയാള സിനിമയുടെ മാത്രം വക്താവാണ്. പിന്നെ ഞാൻ വ്യവസായ സിനിമയുടെ ആളാണ്. കാരണം എന്നെ ഈ രംഗത്തെ കൊണ്ടുവന്ന കൊമേഴ്സ്യൽ സിനിമയാണ്. ഞാൻ നിർമ്മിച്ചത് കൊമേഴ്സ്യൽ സിനിമകളാണ്. 1974, അതായത് 50 വർഷം മുമ്പാണ് ഞാൻ ചലച്ചിത്രങ്ങൾ സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങിയിട്ട്. 50 വർഷമായി. 26 സിനിമകൾ നിർമ്മിച്ചു. അധികം കൊമേഴ്സ്യൽ സിനിമകളാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ 26 സിനിമകൾ നിർമ്മിച്ചതുകൊണ്ട് ഒരു ബിൽഡർ എന്ന നിലയിൽ മദ്രാസിൽ ചെന്നൈയിൽ കെട്ടിടം കെട്ടി ഉണ്ടാക്കിയ പടവും, പാട്ടുകൾ എഴുതി ഉണ്ടാക്കിയ പടവും, തിരക്കഥ എഴുതി ഉണ്ടാക്കിയ പടവും, സംവിധാനം ചെയ്തുണ്ടാക്കിയ പടവും ചലച്ചിത്ര നിർമ്മാണത്തിൽ നശിപ്പിച്ച ഒരാളാണ് ഞാൻ. അത് ഞാൻ സിനിമ പഠിച്ചത് സിനിമ നിർമ്മിച്ചാണ്. അതിൽ ഏറ്റവും ക്ലേശകരമായ കാര്യം സിനിമാ നിർമ്മാണമാണ്. ഈ സിനിമാ നിർമ്മാണം ആണ് വിക്ടിം. തൻ്റെ 8 കോടിയും 10 കോടിയും വാങ്ങുന്ന സൂപ്പർ താരത്തിന് ഒരു നഷ്ടവുമില്ല. പടം പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷോ നടന്നു കഴിഞ്ഞാൽ അയാൾക്കൊരു കുഴപ്പമില്ല, അയാളുടെ പണം കിട്ടും. പക്ഷെ നിർമ്മാതാവിൻ്റെ സ്ഥിതി അതല്ല. ഇത് നമ്മൾ നല്ല സിനിമ, നല്ല നാളെ, മനോഹരമായ സങ്കല്പമാണ്. അല്ലെങ്കിലും സ്വപ്നം കാണുന്നതിന് മലയാളികളെ ആർക്കും തോൽപ്പിക്കാനാവില്ല. നമ്മൾ സ്വപ്നം കാണാൻ സമർത്ഥരാണ്. പ്രായോഗിക തലത്തിൽ നമ്മൾ എങ്ങനെ വിജയിക്കും എന്നതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഏതാനും വർഷം മുമ്പ് മലയാള സിനിമ വ്യവസായം ഇതുപോലൊരു സംരംഭം നടത്തി മദ്രാസിൽ. ഞാൻ 26 വയസ്സ് മുതൽ സിനിമയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അന്ന് 1977 കേരളത്തിലെ വിതരണക്കാർ, നിർമ്മാതാക്കൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, വിതരണക്കാർ, നിർമ്മാതാക്കൾ, തിയേറ്റർ ഉടമകൾ, ഇവർ 3 പേരും കൂടെ ചേർന്ന് നമുക്ക് സിനിമയെ രക്ഷിക്കണം, മലയാള സിനിമയെ രക്ഷിക്കണം. അങ്ങനെ ഞങ്ങൾ മദ്രാസിൽ കൂടി, ഞാനും അപ്പോഴത്തെ ഒരു 3-4 പടങ്ങൾ എടുത്തു കഴിഞ്ഞു. 77 ഞങ്ങളും എല്ലാം സമ്മേളിച്ചൊരു സെൽഫ് റെഗുലേഷൻ കൗൺസിൽ ഉണ്ടാക്കി. സെൽഫ് റെഗുലേഷൻ കൗൺസിൽ. അത് നമ്മൾ തന്നെ നമ്മളെ നന്നാക്കിയെടുക്കും, പുറത്തുനിന്ന് ആരും പറയണ്ട. അങ്ങനെ ആ സെൽഫ് റെഗുലേഷൻ കൗൺസിൽ ഒരു 10-12 പേര് ആ സെൽഫ് റെഗുലേഷൻ കൗൺസിൽ അംഗങ്ങളായി തിരഞ്ഞെടുത്തു. നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ, ഇവരിൽ നിന്ന്. ആ സെൽഫ് റെഗുലേഷൻ കൗൺസിലെ 12 പേരിൽ താരതമ്യേന പ്രായം കുറഞ്ഞ ഞാൻ അംഗമായിരുന്നു. ഈ സെൽഫ് റെഗുലേഷൻ കൗൺസിൽ എന്താ തീരുമാനിച്ചത്? ആഴ്ചയിൽ ഒരു പടമേ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ തമ്മിൽ മത്സരിക്കരുത്. നമ്മളൊന്ന് മത്സരിക്കുന്നതാണ് പരാജയപ്പെടുന്നത്. ഒരാഴ്ചയിൽ ഒരു പടമേ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ആ സെൽഫ് റെഗുലേഷൻ കൗൺസിൽ എല്ലാവരും അംഗീകരിച്ചു. ഈ പടങ്ങൾക്ക് ഡേറ്റ് കൊടുക്കുന്നതിന് 3 പേരുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയെ നിയമിച്ചു. ആ 3 പേരിൽ ഒരാൾ ഞാനായിരുന്നു. ആക്ഷൻ കമ്മിറ്റിയിൽ 3 പേരൊരാൾ ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാഴ്ച ഒരു പടം എന്ന നിലയിൽ പടങ്ങൾ റിലീസ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു കാലം 2 മാസം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ധാരാളം പടങ്ങൾക്ക് പാട്ട് എഴുതുന്ന കാലമാണത്. അപ്പം ഞാൻ പാട്ടോ തിരക്കഥ എഴുതിയ പടത്തിന് നിർമ്മാതാവ് എന്നോട് പറയും, സാറേ നമ്മുടെ പടം ആദ്യം കൊണ്ടുവരണം കേട്ടോ. സാറിൻ്റെ പടമല്ലേ
ഇത് നമുക്ക് ആദ്യം കൊണ്ടുവരണം. സാധ്യമല്ല. ഞാൻ പറയാം, അങ്ങനെ നിയമമല്ലേ, ഇതൊരു ആക്ഷൻ കമ്മിറ്റി, ഞാൻ 3 മെമ്പേഴ്സ് ഒരാളാണ്, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റി? അവർ പിന്നെ എന്നെ പാട്ട് എഴുതാൻ വിളിക്കാതായി. കുറച്ച് മുന്നോട്ട് പോയി. ചില പല ഇതേ സാർ, ഞാൻ പറയാം 45 അന്ന് 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് അവർ പടം എടുക്കുന്നത്. അതിൽ 3 ലക്ഷം കോടിയല്ല, 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് അവർ പടം എടുക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ കളർ പടം തുടങ്ങുമ്പോഴും അന്ന് 77 കളർ, 78ലാണ് കളർ വേവ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് ഈ നമുക്ക് പിന്നെ ഒരാഴ്ചയിൽ ഒരു പടം റിലീസ് ചെയ്യാൻ മിക്കവാറും അന്നത്തെ രീതിയിൽ കോസ്റ്റ് കവർ ചെയ്യും, നഷ്ടം വരില്ല. പക്ഷേ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും എല്ലാം ചേർന്ന് അത് തകർത്തു. ആ സെൽഫ് റിലൈസേഷൻ കൗൺസിൽ ഇല്ലാതായി, ആക്ഷൻ കമ്മിറ്റി ഇല്ലാതായി. അപ്പോൾ നമ്മൾ മലയാള സിനിമ ഇത് നന്നാകാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത്, നന്നാകാൻ ശ്രമിച്ചിട്ടുണ്ട്. അനവധി അവസരങ്ങൾ ഇൻഡസ്ട്രി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു തൊട്ടടുത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് അട്ടുഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഇന്ത്യയിൽ നമ്മുടെ സംസ്ഥാനത്താണ് മറ്റുള്ളവർ പഠിക്കേണ്ടതെന്ന്. അത് പൂർണ്ണമായും ശരിയല്ല. കാരണം 41 വർഷം മുമ്പ് 1984 ഞാനൊരു കന്നഡ സിനിമ നിർമ്മിച്ചു. നിങ്ങൾ പലർക്കും അറിയില്ല കാര്യം. കന്നഡ ഭാഷയിൽ ഞാനൊരു സിനിമ നിർമ്മിച്ചു. ഒന്തേ രക്ത എന്നായിരുന്നു സിനിമയുടെ പേര്. അതൊരു കോസ്റ്റ്ലി, ആ കാലത്തൊരു കോസ്റ്റ്ലി ഫിലിമായിരുന്നു. ഈ ഒന്തേ രക്ത എന്ന സിനിമ നിർമ്മിക്കാനായി ഞാൻ കർണാടകയിൽ പോകുമ്പോൾ, ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ആദ്യം പറഞ്ഞത്, ഞാൻ അവിടുത്തെ KSFDC, കർണാടക സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അവിടെ പോകണം ആദ്യം. 41 വർഷം മുമ്പുള്ള കാര്യം പറയാം. അപ്പം അവിടുത്തെ കർണാടക ഗവൺമെൻറ് സിനിമയ്ക്ക് കൊടുത്ത പ്രാധാന്യം 41 വർഷം മുമ്പ് എന്താണ് ഞാൻ പറയുന്നത്. 1.5 ലക്ഷം രൂപ ഒരു കന്നഡ പടത്തിന് സബ്സിഡി കിട്ടും. ഇപ്പോൾ നമ്മൾ 10-12 ലക്ഷം രൂപ ഒരു പടമെടുത്താൽ 1.5 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് അവസാനം കിട്ടും. കർണാടക ഗവൺമെൻറ് തരും 1.5 ലക്ഷം രൂപ. അപ്പം എന്നെ ഈ 1.5 ലക്ഷം രൂപ എൻ്റെ ഒരു പ്രചോദനം, 1.5 ലക്ഷം രൂപ സബ്സിഡി കിട്ടുമെന്നുള്ളതാണ്. അവിടെ ചെന്നു ഞാൻ കന്നഡ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അത് KSFDC ഓഫീസിൽ പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കേരള ഫിലിം ചേംബർ കോമേഴ്സിൽ പേര് രജിസ്റ്റർ ചെയ്ത്, പ്രൊഡ്യൂസർ രജിസ്റ്റർ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്താൽ പടമെടുക്കാം. പക്ഷേ കർണാടക ഫിലിം ചേംബർ കോമേഴ്സ് ഉണ്ടെങ്കിലും KSFDC രജിസ്റ്റർ ചെയ്യണം. 41 വർഷം മുമ്പുള്ള കാര്യം, ഇന്നത്തെ അല്ല. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ ഫോം ചോദിച്ചപ്പോൾ തന്നു. ഞാൻ തിരിച്ചു മറിച്ച് നോക്കി, കന്നഡ ഭാഷയല്ലാതെ ഒന്നും ചെയ്തില്ല, കന്നഡ ഭാഷ മാത്രം. എനിക്കൊന്നും തിരിച്ചും മറിച്ച് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ക്യാൻ യു ഗീവ് മീ എൻ ഇംഗ്ലീഷ് ഫോം? യു വാണ്ട് ഇംഗ്ലീഷ് ഫോം? ഗോ ടു ഇംഗ്ലണ്ട്. If you want English, go to England. We are Canadians. You will only get Canada here. അതാണ് വ്യത്യാസം. കേരള ഗവൺമെൻറ് ഈ ജോലി നോക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറയുമോ? പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിയുമോ? അടുത്ത ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നായകനായ അംബരീഷിൻ്റെ സഹായത്തോടെ ബാംഗ്ലൂർ ഗണേഷ് എന്നൊരാളിനെ ആളിനെ എൻ്റെ മാനേജരായിട്ട് നിയമിച്ചു. കാരണം കന്നഡ അറിയാവുന്നവർ വേണം, അവിടെ കന്നഡക്കാരന് മാത്രമേ സ്ഥാനമുള്ളൂ. ഇനി വേറൊന്ന്, നമ്മളൊരിക്കലും സ്വപ്നം കാണാത്തൊരു കാര്യം, കർണാടക ഗവൺമെൻറ് കീഴിൽ കന്നഡ ഭാഷയുള്ള സിനിമകൾക്ക് എൻറ്റർടൈൻമെൻറ്റ് ടാക്സ് ഇല്ല. കർണാടകത്തിൽ കന്നഡ സിനിമയ്ക്ക് എൻറ്റർടൈൻമെൻറ്റ് ടാക്സ് ഇല്ല, ഒരു ടാക്സും ഇല്ല. പക്ഷേ ഹിന്ദി, മലയാളം, തമിഴ് ഇത്തരം പടങ്ങൾ കർണാടക റിലീസ് ചെയ്താൽ ടാക്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കന്നഡ, ഇപ്പോൾ ഉദാഹരണമായിട്ട് 100 രൂപ 125 രൂപയാണ് ഒരു ഹിന്ദി പടം കാണാൻ ടിക്കറ്റെങ്കിൽ കന്നഡ പടം കാണാൻ 100 രൂപയുള്ളൂ. അപ്പോൾ കന്നഡ ഭാഷാ ചിത്രങ്ങളെ എങ്ങനെയാണ് കർണാടക ഗവൺമെൻറ് സഹായിച്ചത്?
എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനൊരു ശ്രമം എന്തെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ചിന്തിച്ചിട്ട് ഇനിയും ചിന്തിക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം കർണാടക നമുക്ക് കുറേ കൂടെ വിശാല മനസ്സിലാണ് മലയാളികൾ. അതുകൊണ്ടാണ്. കാരണം നമുക്ക് അതിൻ്റെ മലയാളത്തിൽ മറ്റൊന്ന് പ്രധാനമായിട്ടൊരു കാര്യം, ബാഹുബലി പോലുള്ള അനവധി ചിത്രങ്ങൾ ഡബ് ചെയ്ത് കേരളത്തിൽ സൂപ്പർ ഹിറ്റായിട്ടുണ്ട്. അതായത് മലയാള പടത്തേക്കാൾ കൂടുതൽ വിജയം നേടിയിട്ടുണ്ട് അത്തരം പടങ്ങൾ. പക്ഷേ കന്നഡ ഭാഷയിലേക്ക് ഒരു സിനിമയും ഡബ് ചെയ്യാൻ പാടില്ല, അനുവദിക്കുകയില്ല. ബാഹുബലി കന്നഡ ഭാഷയിൽ ഡബ് ചെയ്തിട്ടില്ല. ഒരു ചിത്രവും കന്നഡ ഭാഷയിലേക്ക് ഡബ് ചെയ്യാൻ കർണാടക ഫിലിം ചേംബർ കൊമേഴ്സും ഗവൺമെൻറ്റും അനുവദിക്കുകയില്ല. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ വിശാലഹൃദയാണ്. ഏത് പടവും ഡബ് ചെയ്ത് ഇവിടെ കളിക്കാം. നമ്മുടെ പടത്തേക്കാൾ ചിലപ്പോൾ നമ്മൾ പടം മത്സരിച്ച് മലയാള പടം മത്സരിച്ച് അത് ജയിച്ചെന്നും ചെയ്യും. അപ്പം ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ്, ഗവൺമെൻറ്റിൻ്റെ അധികാരം കന്നഡ സിനിമയെ സഹായിക്കാൻ എങ്ങനെ അവർ പ്രയോജനപ്പെടുത്തി, അത് 40 വർഷവും പറഞ്ഞവനെ. ഈ ഒന്നേ രക്തം അവിടുത്തെ കന്നഡ ഭാഷയിലെ സൂപ്പർ സ്റ്റാറായിരുന്ന അംബരീഷിനെ നായകനാക്കി ഞാനെടുത്ത ഗാനമെന്ന സിനിമ എനിക്ക് ഡബ് ചെയ്യാൻ സാധിച്ചില്ല. എൻ്റെ സ്വപ്നം കേരളത്തിൽ ആ പടം ഓടിയില്ലെങ്കിലും അംബരീഷ് അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് കന്നഡത്തിൽ ഡബ് ചെയ്ത് അവിടെ ഓടിക്കാമെന്ന് വെച്ചു. പക്ഷേ അപ്പം എന്താണ്, കന്നഡത്തിൽ ഡബ് ചെയ്യാൻ പാടില്ല, അനുവദിക്കുകയില്ല. ആരഭിനയിച്ചാലും മറ്റൊരു ഭാഷാ ചിത്രം കന്നഡ ഭാഷയിൽ ഡബ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പം ഇത് നമ്മുടെ സംസ്ഥാനം മലയാള സിനിമയെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ പറയില്ല. കാരണം ഈ ഏതാനും നമ്മുടെ ശ്രീരത്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ തന്നെ ഒരു കമ്മീഷൻ ഏർപ്പെടുത്തി അതിന് വലിയ മുൻകൈ എടുത്തൊരു വലിയ സംരംഭമായിരുന്നു അത്. പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് അവസാനം എന്ത് സംഭവിച്ചു എന്ന് ആലോചിക്കണം. എന്താ സംഭവിച്ചത്? അവസാനം പരാതി പറഞ്ഞവർ തന്നെ അത് കേസാകുമെന്ന് മനസ്സിലാക്കി പരാതി പറഞ്ഞ ആൾക്കാർ തന്നെ പോയി എനിക്ക് കേസില്ലെന്ന് പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു? സംസ്ഥാനം മുടക്കിയ പണം ഇവിടെ പോയി, അതിനെന്ത് പ്രയോജനം കിട്ടി? അപ്പം അതുകൊണ്ട് മുൻകൈയെടുക്കുക നല്ലതാണ്, ഇതെല്ലാം നല്ലതാണ്. എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞാൽ 26 സിനിമ സ്വന്തമായി എടുത്ത ആളാണ് ഞാൻ. കഴിഞ്ഞ 2015 ശേഷം പടം എടുത്തിട്ടില്ല, ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. സിനിമയിൽ ഒരിക്കലും ഇനി സജീവമാവുകയില്ല എന്ന് ഉറപ്പാണ്. ആരോഗ്യമില്ല ഇപ്പോഴും. അതുകൊണ്ട് എനിക്ക് ആശംസകൾ നേരാനും ഇതുപോലുള്ള സമ്മേളനങ്ങൾ ക്ഷണിച്ചാൽ വന്ന് സംസാരിക്കാനും അതിൽ നെഗറ്റിവിറ്റി വന്നാൽ മാപ്പ് തരണം. കാരണം തുടക്കം സത്യമാണെങ്കിൽ ഒടുക്കവും സത്യമാകണം. നന്ദി, നമസ്കാരം.